ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറയല്ലേ മോളെ, അങ്ങനെയൊന്നും നീ പറയല്ലേ. നമ്മള് കൈ എത്തിച്ചിട്ടും കിട്ടാതാകുമ്പോ അത് പിന്നെ വിധിക്ക് വിട്ടുകൊടുക്കല്ലേ ചെയ്യ. ഇനി ഇതിന്റെ പേരിൽ ടെൻഷൻ ആവേണ്ട സമയം ഇല്ല. അഖിൽ സാർ കൂടെ ഇല്ലാതായിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ ഞാനിവിടെ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോ കിട്ടുന്ന ധൈര്യം വേറെ ആർക്കും എനിക്ക് തരാൻ പറ്റുന്നതല്ല. നല്ലതായാലും ചീത്തയായാലും അതിന്റെ നിമിത്തങ്ങളൊക്കെ അഖിൽ സാർ എനിക്ക് കാണിച്ചു തരാറുണ്ട്. ഇതെന്തോ ഒരു ദുസൂചന തന്നെയാ. എഴുതി മോളെ ഒന്ന് വിളിച്ചേ. എന്താ? രാധികയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്റെ കൃഷ്ണ, സംശയിച്ചതൊക്കെ ശരിയാവുകയാണല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെപ്രാളം കാണിക്കാതിരിക്കാമേ. നമുക്ക് എവിടെയെങ്കിലും വിളിച്ച് മോളുടെ കാര്യം അന്വേഷിക്കാം. ധൈര്യമായിട്ടിരിക്കെ. അതെ സർ, അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവളുടെ കൂടെ തന്നെ ഉണ്ടാകണേ. അവളെ കാത്തോണേ. മോളെ, അമ്മ എന്നെ ശപിക്കുന്നില്ലേ? ഞാൻ എങ്ങനെ ശപിക്കാനടി മോളെ? നിന്നെ ഈ ഗതികേടിലേക്ക് തള്ളിയിട്ടത് ഞാൻ കൂടിയല്ലേ. അന്ന് വരുൺ നിന്റെ കഴുത്തില് താലി കെട്ടി കഴിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ നിനക്ക് എന്നോട്? നീ അവനെ സ്നേഹിച്ചിരുന്നു, അവൻ നിന്നെ ആഗ്രഹിച്ചെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിന് താലി ഊരി വാങ്ങി പ്രിയങ്കയെ ഞാൻ കണിമംഗലത്തേക്ക് അയക്കുമായിരുന്നു. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി നിന്നെയും അവനെ ഒന്നിച്ച് ചേർക്കുമായിരുന്നില്ലേ ഞാൻ? അമ്മ, എല്ലാം കൈവിട്ടു പോയില്ലേ മോളെ? ഇനി അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റ? നിന്നോട് മാപ്പ് ചോദിക്കാന്നല്ലാതെ ഈ അമ്മയ്ക്ക് വേറെന്തെങ്കിലും കഴിയോ മോളെ? വേണ്ടമ്മ, അമ്മ എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. അങ്ങനെ സംഭവിച്ച ഞാൻ ഒന്നുകൂടി തകർന്നു പോവുള്ളൂ. ജനനം മുതൽ ഞാൻ എന്റെ തലയിൽ കൊണ്ടു നടക്കുന്ന ഈ വിധി. മോളെ, ലോകത്ത് ഒരു കുഞ്ഞു അനാഥയെ ജനിക്കരുത്. ഒരമ്മയും ഒരു കുഞ്ഞിനെ വലിച്ചെറിയുകയും ചെയ്യരുത്. അമ്മ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിലെ മോഹം തോന്നുന്ന പ്രായമായപ്പോ ഒരാള് വന്നു. അകന്നകന്ന് പോയിട്ടും പിടിച്ചു നിർത്തി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വിധി എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയപ്പോ ഇനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞു നിന്നതാ. പക്ഷെ വരുണ്ട മനസ്സിരുന്നത് പോണ്ടേ? നമ്മളൊക്കെ പറയുന്നത് നിർബന്ധിക്കുന്നതൊക്കെ വരുന്ന ചെയ്യാൻ പറ്റണ്ടേ? എന്നെ മാത്രം ഓർത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ എന്നെ കൊണ്ട് എതിര് പറയാൻ പറ്റും?
എന്നിട്ടും പ്രാണനകറ്റുന്ന വേദനയോടെ അതിനുവേണ്ടി ശ്രമിച്ചതാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. ഇപ്പോ ആ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനൊക്കെ ചീത്തപ്പേരുണ്ടാക്കിയവളായി. എന്നെ ജനിപ്പിച്ച ആളത് ചെയ്തില്ല. അമ്മയ്ക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ എന്നൊന്ന് കൊന്നു തന്നേക്കമ്മ. പറയല്ലേ മോളെ, അങ്ങനെയൊന്നും നീ പറയല്ലേ. നമ്മള് കൈ എത്തിച്ചിട്ടും കിട്ടാതാകുമ്പോ അത് പിന്നെ വിധിക്ക് വിട്ടുകൊടുക്കല്ലേ ചെയ്യ. വിധി തീരുമാനിക്കട്ടെ, ദൈവം തീരുമാനിക്കട്ടെ. എന്തായി ആലോചിച്ചിരിക്കുന്നെ? ഓ, കാമുകി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാവും. എടി കാമുകിയല്ലടി, അവൾ എന്റെ ഭാര്യ. അവൾ ഇറങ്ങിപ്പോയാൽ എനിക്ക് വിഷമമുണ്ടാവും. എന്റെ വരുൺ, ഇന്നലെ വരെ മനസ്സിൽ എന്തെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിലേ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കും. ഇനി രാധിക കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. എടി, ഞാൻ വരുത്തില്ല. എന്റെയും രാധികയുടെയും പ്രണയം സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രിയങ്ക. എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? അപ്പോ അവളെ കൊന്നാലും കുഴപ്പമില്ലല്ലോ. കുറെ കാലങ്ങൾക്ക് മുൻപ് ആറ്റുവാശ്ശേരിയിലേക്ക് അർഹതയില്ലാതെ വന്നു കയറിയ ഒരു വിഷവിത്ത. അതാ കുടുംബത്തിൽ നിന്നും പറിച്ചു കളയണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെട്ട മുത്തശ്ശിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ അത് ചെയ്യും. അവിടുന്നും കൂടി പുറത്തിറക്കിയ അന്വേഷണം നടക്കേണ്ടി വരില്ല. എവിടെങ്കിലും ചത്ത് കിടക്കുന്ന വിവരം ആളുകൾ പറഞ്ഞു തരും. അല്ല, വരുൺ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദേ, ഇപ്പൊ മുതൽ ആ രാധിക എന്ന് പറഞ്ഞവളെ മറക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിടയിൽ നടന്നതൊക്കെ ഞാനും മറക്കാം. എന്നിട്ട് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. നാണമില്ലടി നിനക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുത്തിയാണല്ലോ നീ.